ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ PV അൻവർ MLA ജയിൽ മോചിതനായി. പൊന്നാട അണിയിച്ചും മാലയിട്ടും മധുരം നൽകിയും പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെ ഇറക്കുകയാണ് ലക്ഷ്യമെന്ന് PV അൻവർ പറഞ്ഞു. UDF ധാർമ്മിക പിന്തുണ നൽകിയെന്നും അൻവർ പ്രതികരിച്ചു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കഴിഞ്ഞ ദിവസമാണ് കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച കേസിലാണ് PV അൻവർ MLA നാടകീയമായി ഫോറസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം റിമാൻഡിലാവുകയും ചെയ്തു. ഇന്നാണ് അദ്ദേഹത്തിന് ജാമ്യ ഹർജി പരിഗണിച്ചത്. ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു, ജയിൽ മോചിതനാകുന്നു. വൈകിട്ട് പ്രവർത്തകർ മാലയിട്ടും മധുരം നൽകിയും അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പുറത്തിറങ്ങിയ PV അൻവർ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾ ശിവദാസ്. വിനോദ് ഇന്ന് അല്പസമയം മുൻപാണ് PV അൻവർ MLA ജയിൽ മോചിതനായത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 8:30 കൂടിയാണ് ഇത്തരത്തിൽ PV അൻവർ ജയിൽ മോചിതനായത്. അതായത് നിരവധി പ്രവർത്തകരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നത്. നിരവധി തടസ്സങ്ങൾ അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനത്തിന് ഉണ്ടായിരുന്നു. പല സമയങ്ങളിലും അദ്ദേഹം ഉടൻ തന്നെ ജയിൽ മോചിതനാകും എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. പക്ഷേ പല സമയത്തും ഈ ഒരു ബോണ്ട്, അതായത് നിലമ്പൂർ കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നത്. ആ നടപടികളിലെല്ലാം തന്നെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടക്കത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നിയമ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷം വൈകിട്ട് ഏകദേശം 5 മണിയോടെയാണ് PV അൻവർ MLAക്ക് ജാമ്യം ലഭിച്ചത്. അതായത് 35,000 രൂപ കെട്ടിവെക്കണം, 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലുമാണ് PV അൻവർ MLA ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൽ മറ്റു ചില നിബന്ധനകൾ അടക്കം ഉണ്ട്. എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണണം എന്ന നിബന്ധനയുമുണ്ട്. ഇത്തരത്തിലുള്ള നിബന്ധനകളിലൂടെയാണ് ഇപ്പോൾ PV അൻവർ MLA പുറത്തിറങ്ങിയിരിക്കുന്നത്. 17.5 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് പുലർച്ചെ 2:15 അദ്ദേഹം ജയിലിലേക്ക് അല്ലെങ്കിൽ റിമാൻഡിലായി ജയിലിൽ അടയ്ക്കപ്പെട്ടത്. തവനൂർ സെൻട്രൽ ജയിലിലായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നത്. തവനൂർ സെൻട്രൽ ജയിലിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് പുറത്തിറങ്ങിയ PV അൻവർ വലിയ രീതിയിലാണ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പോരാട്ടം ഇനിയും തുടരും. വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള പോരാട്ടം തുടരും എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം. ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ്. അതിനുവേണ്ടി ആരുമായി കൂട്ടും ചേരും എന്നതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം. അതായത് UDFിലേക്ക് എന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു PV അൻവർ MLA. ഇത് ശരിവെക്കും വിധത്തിൽ തന്നെയായിരുന്നു അല്പസമയം മുൻപുള്ള PV അൻവറിന്റെ പ്രതികരണം കൂടി. കാരണം പിണറായി വിജയൻ സർക്കാരിനെ പുറത്തിറക്കുക എന്നതാണ് തൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി UDF അടക്കമുള്ള കക്ഷികളോട് യോജിച്ച് പ്രവർത്തിക്കും. VD സതീശന് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെങ്കിൽ അതൊന്നും തൽക്കാലം ഇപ്പോൾ താൻ വിലക്കെടുക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നീട് യോജിച്ച് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വിയോജിപ്പ് താൻ തൽക്കാലം അത്തരത്തിൽ റിമാൻഡിൽ കഴിഞ്ഞ PV അൻവർ MLAക്കാണ് ഇന്ന് വൈകിട്ട് ജാമ്യം ലഭിച്ചത്. അദ്ദേഹം ജയിൽ മോചിതന് ആവുകയും ചെയ്തു. അദ്ദേഹത്തെ നിരവധി പ്രവർത്തകർ എത്തിയിരുന്നു. മധുരം നൽകിയും മാലയിട്ടുമൊക്കെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നതുവരെ തൻ്റെ പോരാട്ടം തുടരുമെന്നായിരുന്നു PV അൻവറിൻ്റെ പ്രതികരണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.